പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി തമ്പുരാനെ നമുക്കൊരു നിമിഷം ആരാധിക്കാം. നമ്മുടെ ദുഃഖങ്ങളും ഭാരങ്ങളും ഒക്കെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഒരുപക്ഷെ ഓരോ ദിവസവും ലഭിക്കാത്ത കാര്യങ്ങളെ ഓർത്തായിരിക്കും, കഴിഞ്ഞ കാര്യങ്ങളെ ഓർത്തുള്ള ദുഃഖങ്ങളോടെയായിരിക്കും ഓരോ പ്രഭാതവും നമ്മൾ ഉണരുന്നത്. പക്ഷേ ദൈവസന്നിധിയിൽ ദൈവം നൽകിയ നന്മകളെ നമുക്കൊന്ന് ഓർക്കാം. ഇന്ന് ഈ ദിവസം കർത്താവ് എനിക്ക് നൽകിയ ശ്വാസത്തെ ഓർത്ത്, കർത്താവിൻ്റെ കുടുംബത്തിന് നൽകിയ കരുതലിനെ ഓർത്ത്, എൻ്റെ ആരോഗ്യത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി തമ്പുരാൻ്റെ സന്നിധിയിലായിരിക്കും. ഈ ദിനത്തെ പൂർണ്ണമായിട്ടും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കും. നമ്മളോടൊപ്പം ഇന്നലെ ഉറങ്ങുവാൻ പോയ പല വ്യക്തികളും ഇന്ന് ഉണർന്നിട്ടില്ല. പക്ഷേ തമ്പുരാൻ നമ്മളെ കാത്തു, നമുക്കൊരു പുതിയ ദിനം നൽകി. നന്ദിയോടുകൂടി കർത്താവിനെ ആരാധിക്കാം. നമുക്ക് ചേർന്ന് പാടാം. ദൈവമേ നന്ദി, ദൈവമേ നീ നൽകിയ ഈ എണ്ണമില്ലാതുള്ള എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു. പാടി നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നവിൻ സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്നവിൻ സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. കർത്താവിൻ്റെ സന്നിധിയിൽ പാപത്താൽ മുറിവേറ്റ നമ്മുടെ ഹൃദയത്തെ കൊടുക്കാം. കർത്താവേ, ഓരോ ദിനത്തിലും പാപങ്ങളിലൂടെ നിന്നെ വേദനിപ്പിച്ച് എന്നെ സമർപ്പിക്കണം. ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിന്റെ കരത്താൽ നീ ഞങ്ങളെ ഏറ്റെടുത്തല്ലോ, ഞങ്ങളെ വിശുദ്ധീകരിച്ചുള്ള നാഥ. നിന്റെ കരുതലിനെ ഓർത്ത്, ഓരോ ദിവസവും ഞങ്ങളെ പരിപാലിക്കുന്നതിനെ ഓർത്ത് നന്ദിയോടുകൂടി ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു നാഥ. ഈ ദിനത്തിൽ ലോകത്തിലുള്ള എല്ലാ പാപികളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്നവരെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ദൈവമേ, നിന്റെ കൃപയിൽ വിശുദ്ധിയിൽ ജീവിക്കുവാൻ, വിശുദ്ധിയിൽ മുൻപോട്ടുള്ള ജീവിതത്തിൽ നിന്നെ ആരാധിക്കുവാൻ തൊട്ടുവേണം ഞങ്ങളെ ഈ ലോകം മുഴുവൻ നീ ഏറ്റെടുക്കണമേ നാഥ എന്ന് യാചിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ പാടിമുഖത്തെടുക്കാം. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ആഴയാൽ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ ആഴയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. കർത്താവേ, കൂരിരുൾ താഴ്വരയിലൂടെ ഞങ്ങൾ നടക്കുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ പാതകളെയെല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നതാണ്. പാപത്തിൻ്റെതായ ബന്ധനങ്ങളും കർത്താവേ, നാശത്തിൻ്റെതായ വഴികളിലൂടെ ഞങ്ങൾ സഞ്ചരിക്കുമ്പോൾ ഞങ്ങളുടെ പാതകളെയെല്ലാം നീ വിശുദ്ധീകരിക്കണമെന്നാണ്. പ്രത്യേകമായി ഞങ്ങൾ ഓരോരുത്തരെയും ഒപ്പം
ഈ ലോകത്തിലുള്ള എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കുന്നു. മദ്യത്തിൻ്റെയും ലഹരിയുടെയും പാതയിലൂടെ സഞ്ചരിക്കുന്നവർ, കർത്താവേ, നിന്റെ ബോധ്യം അവരിലേക്ക് നീ കൊടുക്കണമേ, നിന്റെ ജ്ഞാനം നീ കൊടുക്കണമേ. നാഥ, ഞങ്ങളുടെ വഴികളെ നീ വിശുദ്ധീകരിക്കണമേ കർത്താവേ. എല്ലാ കൂരികളുടെ താഴ്വരകളിലൂടെ നടക്കുന്ന ഞങ്ങളുടെ പാതകളെ നീ വിശുദ്ധീകരിച്ച് നീ വരയ്ക്കുന്ന വഴിയിലൂടെ, നീ സഞ്ചരിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കൂരിരുൾ താഴ്വര പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വര പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. കർത്താവിന്റെ കരങ്ങളിൽ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് കൊടുക്കാം. ഈ ദിനത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി നിയോഗങ്ങളും യാചനകളും ഒക്കെയാണ് നിന്റെ സന്നിധിയിൽ. ഞങ്ങളുടെ ജീവിത ശൂന്യതയിൽ നിന്റെ നിറമാർന്ന കൈ കടന്നു വരുമ്പോൾ എല്ലാം ഞങ്ങൾക്ക് സാധ്യമാണ്. ഇന്നത്തെ ഞങ്ങളുടെ ആവശ്യങ്ങളെ, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഞങ്ങളെക്കാട്ടും മുൻപ് അറിയുന്ന തമ്പുരാന്റെ സന്നിധിയിലാണ് ഞങ്ങൾ. ആ തമ്പുരാനോട് ഞങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. നീ ഞങ്ങളെ നടത്തും, ആ വിശ്വാസം ഞങ്ങളെ നടക്കുന്നു. ഇന്നത്തെ ദിവസത്തെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളെ, ഞങ്ങളുടെ വഴികളെ, ഞങ്ങളുടെ പ്രയത്നങ്ങളെ, ഞങ്ങൾ സഞ്ചരിക്കുന്ന പാതകളെ എല്ലാം ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, ശത്രുക്കൾ, മിത്രങ്ങൾ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ നിന്ന് അർപ്പിക്കുന്നു. ഈ ദിനം എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കി മാറ്റണമെന്ന് നാഥാവ് യാചിച്ചുകൊണ്ട് ഞങ്ങളെ സ്തുതിക്കുന്ന കർത്താവ്. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുവേ. സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നു, നന്ദിയോടെ അവിടുത്തെ വാതിലുകളിലും സ്തുതിയോടെ അവിടുത്തെ പ്രകാരങ്ങളിലും പ്രവേശിക്കും. അതുകൊണ്ട് ഇന്ന് ഒരു ഭാരവുമില്ലാതെ, ഒരു ദുഃഖവുമില്ലാതെ, ഒരു പരാതിയുമില്ലാതെ നന്ദിയോടുകൂടി തമ്പുരാന്റെ സന്നിധിയിൽ നമ്മളെ ഏൽപ്പിക്കാം. സ്നേഹനിധിയായ കർത്താവേ, ഈ മനോഹരമായ ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ നന്മകളും കരുണകളും എണ്ണിത്തീരാൻ ആവാത്തതാണ്. ഇന്ന് ഞങ്ങളുടെ സ്തുതിയും ആരാധനയും അങ്ങേക്ക് പ്രസാദകരമായി മാറട്ടെ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ കർത്താവേ. ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നതിനെ ഓർത്ത് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.